അവഹേളനങ്ങൾക്ക് മധ്യേ കുരിശിൽ മരിച്ചവൻ മനുഷ്യദൃഷ്ടിയിൽ പരാജിതനായിരുന്നു. എന്നാൽ അവസാന വാക്ക് മരണത്തിൻ്റെതല്ല എന്ന് തെളിയിച്ചു. മരണത്തിന് മേൽ ദൈവം വെച്ച വിജയമാണ് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം. മരിച്ച മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നായിരുന്നു ഇവന്റെ പ്രവചനം. ഇവൻ ദൈവത്തിനൊന്നുമല്ല, അതിനൊക്കെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. അതിനാണ് ഈ കല്ലറ മുദ്രവെച്ചിരിക്കുന്നത്. നീ കേട്ടില്ലേ, യേശുവിന്റെ ശരീരം കല്ലറയിൽ നിന്ന് അപഹരിക്കുമെന്ന്? അങ്ങനെ എങ്ങനെ സംഭവിച്ചാൽ ആ കൊണ്ടുപോകുന്നവരുടെ ശരീരം ഇവിടെ കിടന്ന് പെടും. സാബത്തിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ മഗ്ദലേന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കുവാൻ വന്നു. ആരാണ് നമുക്ക് വേണ്ടി ശവകുടീരത്തിന്റെ വാതിൽക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റുക? മറിയം, എന്താണ് കാണുന്നത്? ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. അവൻ കിടന്ന സ്ഥലം വന്നു കാണുവിൻ. ഇതാ, ഇക്കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. വരൂ, എത്രയും വേഗം നമുക്ക് അവന്റെ ശിഷ്യന്മാരെ വിവരം അറിയിക്കാം. മറിയം, പ്രഭുവേ, ഭയപ്പെടേണ്ട. നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക. നിങ്ങൾക്ക് സമാധാനം.